കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാണ്. കോതമംഗലം KSRTC സ്റ്റാൻഡിൽ നിന്ന് DFO ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ റാലി നടക്കുകയാണ്. നമുക്ക് അവിടേക്ക് പോകാം. അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പമുണ്ട്. അഞ്ജന, ഗുഡ് ഈവനിങ്. ഇപ്പോൾ എൽദോസിന്റെ സംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞതേയുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയാണോ DFO ഓഫീസിലേക്ക് നടക്കുന്നത്? തീർച്ചയായും സുജയ, അങ്ങനെ തന്നെയാണ്. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ എൽദോസ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ നാട്ടുകാരുടെ ഒരു രോക്ഷം നമ്മൾ കണ്ടതാണ്. 6 മണിക്കൂറിൽ അധികം നീണ്ടുനിന്ന പ്രതിഷേധമായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന് തന്നെ വേണം പറയാൻ. ഒരു ജനകീയ പ്രതിഷേധ റാലിയെ തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു മാർച്ചിന്റെ ബാനറിലെ ആദ്യ വാചകം അത് വളരെ പ്രസക്തമാണ്. അത് അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് ഈ ബാനറിലുള്ളത്. വന്യമൃഗങ്ങളിൽ നിന്നും വനവകുപ്പിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കണം, മനുഷ്യരെ സംരക്ഷിക്കണം എന്നാണ് ഈ ബാനറിൽ പറയുന്നത്. അതാണ് അവർക്ക് പറയാനുള്ളത്. അധികൃതരോടാണെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടാണെങ്കിലും അവർക്ക് പറയാനുള്ളത് അതാണ്. എത്ര ആവർത്തിച്ചിട്ടും അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ആറ്റിക്കുഴൽനാടനടക്കം എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ ഒരു അനാസ്ഥ അത് അവസാനിപ്പിക്കുന്നതിനായി ഈ പ്രതിഷേധം തുടരുകയാണോ അവർ? തീർച്ചയായിട്ടും വലിയ ജനരോഷമാണ് ഈ മാർച്ചിൽ പ്രകടമാകുന്നത്. മത ചിന്തകൾക്ക് അതീതമായി എല്ലാം മറന്ന്, രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ ഒരുമിച്ച് ഈ കാട്ടാന ആക്രമണത്തെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ ഒരു പ്രതിഷേധം ഇവിടെ ഉയരുമ്പോൾ ഇനി ഒരിക്കലും കോതമംഗലത്തിന്റെ മണ്ണിൽ ഇതുപോലുള്ള കാട്ടാന തീർച്ചയായും സുജയ, അങ്ങനെ തന്നെയാണ്. ഈ വനവകുപ്പിനെതിരെയുള്ള ഇവരുടെ പ്രതിഷേധമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ പലവട്ടം ആവർത്തിച്ച കാര്യങ്ങളാണ്. ഇവർ ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഇവർ എടുത്തു പറയുന്നത്, നാട്ടുകാരോടക്കം നമ്മൾ സംസാരിച്ചപ്പോൾ ഇവരെല്ലാവരും ആദ്യം ഉന്നയിച്ച കാര്യം ഒറ്റ കാര്യമാണ്. അതായത് ഒരു തെരുവുവിളക്ക് പോലും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. ഈ എൽദോസ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന ആ റോഡ് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒറ്റ തെരുവുവിളക്ക് പോലും പ്രവർത്തിച്ചിരുന്നില്ല. ഒരു തെരുവുവിളക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ചെറിയ വെളിച്ചമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൽദോസിന് കാട്ടാനെ കാണുവാൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു അപകടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു മാർച്ചിൽ DFO ഓഫീസിലേക്കാണ് ജനകീയ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളടക്കം അണിനിരക്കുന്ന വലിയ പ്രതിഷേധ റാലിയാണ് DFO ഓഫീസിലേക്ക് നടക്കുന്നത്. വൈദികരും രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത റാലി, ജനകീയ പ്രതിഷേധ മാർച്ചിൽ അവർ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് വനം വകുപ്പിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കൂ എന്നാണ്. DFO ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അവർ പ്രഖ്യാപിച്ചതാണ്. അതിനു മുൻപും കാട്ടാന ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ സഭാ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം ഒന്നു ചേർന്ന പ്രതിഷേധവുമായി ഇറങ്ങുകയാണ്. അവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കണം, അതിനുവേണ്ടി അവർക്ക് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഉറപ്പാക്കണം. പ്രഖ്യാപനങ്ങൾ, തൂക്കുവൈദ്യുത വേലിയടക്കം പല കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാത്ത വനം വകുപ്പിനെതിരായ പ്രതിഷേധമാണ് അവിടെ ഇരമ്പുന്നത്. അത് DFO ഓഫീസിലേക്കുള്ള പ്രതിഷേധ റാലിയായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.